ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ മറ്റവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു കാർഡ് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളൊരു സംഭവമുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ അറിയില്ല. ഇപ്പം നമ്മളിപ്പം കുറച്ച് തെങ്ങിൻ്റെ ഇടയിലും കാണുന്നുണ്ട്. നിങ്ങളായിരിക്കും എന്താ പരിപാടി എന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷെഡ് ഉണ്ട്, അതിലേക്ക് പോകുന്നൊരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി നമ്മൾ പുതുക്കി പണി വന്നു. അപ്പം ഇവിടെ കുറേ ഏട്ടന്മാരുണ്ട്, അവരെല്ലാം നല്ല പണിയെടുക്കുമെന്ന്. ഇപ്പം നമ്മളെ പാലത്തിൻ്റെ ഇങ്ങനെ തെങ്ങി വെച്ച് ഉറപ്പിക്കുകയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷെഡ് ഏകദേശം നമ്മൾ കെട്ടിയിട്ട് 5 കൊല്ലമായിട്ടാവാനായി. ഈ ഷെഡും പുതുക്കി പണിയണം. അപ്പം നമ്മൾ പുതുക്കി പണിതിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം വീഡിയോ കാണിക്കുന്ന വേറൊരു വീഡിയോ വരുന്നതാണ്. അപ്പം ഇപ്പം എല്ലാവരും തെങ്ങ് ഇതാക്കേണ്ട പരിപാടിയിലാണ്. അപ്പോഴേക്കും ഓരോരുത്തരും പുഴയിലേക്കൂടെ നീന്തി വരുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പം കുറേ ആൾക്കാർ അലർന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടാവും. അത് തെങ്ങ് ഇങ്ങനെ ഇപ്പം കാണുന്നുണ്ടോ അറിയില്ല. ഇപ്പം തെങ്ങ് ഇങ്ങനെ അടിച്ച് അവർ പുഴയിലേക്ക് താക്കുന്നതിൻ്റെ ഒരു ഇതാണ് അവർ ഇങ്ങനെ നിർത്തടിച്ചാക്കുന്നത്. അപ്പം ഈ തെങ്ങ് രണ്ടും കറക്റ്റിൽ വേണം. നല്ല പണിയുണ്ട് ഗൈസ്, നല്ല വാറായിരിക്കും പുഴയല്ലേ. ഇപ്പം നമ്മൾ കുറേ ഏട്ടന്മാർ അത് ഇങ്ങനെ തന്നെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ ഒരു പുഴയിൽ ഇവിടെയൊന്നും വെള്ളമൊന്നും ഇല്ലേന്ന്. ഇതിപ്പോൾ ഇറക്കായതുകൊണ്ടാണ് വെള്ളമില്ലാത്ത. ഏറ്റാകുമ്പോൾ നല്ല രീതിക്ക് വെള്ളം ഉണ്ടാവും. അപ്പം നമ്മളിതങ്ങനെ ചെയ്യുന്ന വെച്ചാൽ തെങ്ങിൻ്റെ അടിയിൽ ഇങ്ങനെ മൊന പോലെ ആക്കും. എനിക്ക് ഈ ഒരു എന്താണ് തറയിലേക്ക് ഇങ്ങനെ എൻ്റെ ബാറിൽ ഇങ്ങനെ അടിക്കും. അന്നേരം അത് പെട്ടെന്ന് ഈസി ആയിട്ട് താഴേക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇപ്പം എല്ലാ ഏട്ടന്മാരും നല്ല പരിശ്രമത്തിലാണ്. ഇപ്പം ഞാൻ ഒരു തെങ്ങ് പോകുന്നതിൻ്റെ വ്യൂ കാണിച്ചുതരാം. അപ്പോൾ ഗൈസ്, ഇപ്പം നിങ്ങൾ ഈ ഒരു ഇവരെ അധ്വാനത്തിനും നമ്മളെ പ്രയത്നത്തിനും ഒരു സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട. അപ്പം ഈ വേറൊരു ഏട്ടൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ ഏട്ടൻ്റെ പേര് സ്വരാഗ് എന്നാണ്. ഇപ്പം ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരാൾ പോലെ തുള്ളുവന്ന് അപ്പം ഇപ്പം ഇങ്ങനെ തുള്ളുമ്പം കുറച്ചും കൂടി പെട്ടെന്നാവും ഞാൻ വിശ്വസിക്കുന്നത് ആവുമായിരിക്കും. അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് തുള്ളുന്നതൊക്കെ സിമ്പിളാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാലിൽ നല്ല വേനെടുക്കണ്ടാവും. ഇങ്ങനെ തെങ്ങിൻ്റെ തടിയല്ലേ. അസഭ്യം പറയരുത് കുഞ്ഞി. എടാ ആ മറലനെ കേട്ടടാ അഭിലാഷിനാ. അഭിലാഷേ നീ അതുണ്ടാ 1.5 കിൻഡലായിട്ടുണ്ട്. അതല്ല അപ്പുറം വലിയൊരു ചാക്ക്, മലഞ്ചാക്ക്. ഫോണ് കേട്ടി കണ്ടാ നല്ല വെയിറ്റില്ലേ. എന്നറ 10 പൊറോട്ടയില തിന്നു. പിന്നെ എടാ ഒരു കാര്യം ഉണ്ടാവില്ല. ക്ലിയർ നല്ല പച്ചയാണ്. എങ്ങനെ കളിയാക്കാനല്ല പറഞ്ഞു. ഫ്രണ്ടിലേക്ക് ഈടിന് ആവശ്യമില്ല. ഈട് താക്കി ചവിട്ടി
കുറച്ച് വെള്ളം എടുക്കുക വെള്ളം ഉണ്ടാടാ കുപ്പിണ്ടാ അതായത് മാറ്റാനുണ്ട് ഉള്ളു എണ്ണ ചവിട്ടിയല്ലേ ആ അർജു പണിയെടുക്കാൻ വന്ന പോലെ അത് കിട്ടലായിട്ട് ആ ചിക്കപ്പിന് ഇതുവരായിട്ടൊന്നുമില്ല ചിക്കപ്പ് അർത്ഥം ഇങ്ങനെ കളിയാക്കാനല്ല എന്നോട് പറഞ്ഞു കേട്ടോ കുട്ടാടൻ ഒരു ചെറുങ്ങനെ മുട്ട വളർത്തി മുട്ട കുയിക്കല്ലേ ഏകദേശം അളവ് നോക്ക് ഞാൻ ഒരു ഇതെല്ലാം പിടിച്ചൊന്നും ഇതാക്കല്ല നേരത്തെ കരായിട്ട് പേടിച്ചു അപ്പൊ വെള്ളമുണ്ടാ കുടിക്കാൻ അതിന്റെ ഗ്യാപ്പിൽ വെക്ക് സാറെങ്കിൽ അതിന്റെ ഗ്യാപ്പിൽ എടുത്ത് നോക്കിയില്ലേ പോവേ അറിയില്ല നമുക്ക് ചളിയാണ് ഞാൻ മുമ്പ് ടെസ്റ്റ് ചെയ്തല്ലേ ആടെ ഞാൻ മുമ്പ് ടെസ്റ്റ് ചെയ്താണ് ഡൈവ് ചെയ്തിട്ട് അവിടെ മുട്ടിയെടുത്ത് അടിക്കണം ഇവിടെ പോയിക്കോ വന്നേ തെങ്ങ് കൊടുത്ത 3 തെങ്ങും കൂടി ഉണ്ടല്ലേ ഒന്നിക്ക് ഒരാറ്റം മോനിച്ചോ തുടങ്ങിക്കോ ഇതിന് നേരെ ഓക്കെ ഇതിന് നേരം ആ തെങ്ങിന് കണക്കായിട്ട് ആ തെങ്ങിന് കണക്കാന്ന് നോക്ക് വെച്ചാപ്പിനെ എടുക്കാൻ കഴിയില്ല പ്രശ്നമുണ്ട് നീ മുമ്പിൽ പോയി കാട വിട്ടേ തല ചെറുങ്ങ തൊട്ടാ അഭിലാഷ നീ കറക്റ്റാ നോക്ക് ഒരു കയറ് കെട്ടി ലെവലാക്കി കയറ് കെട്ടി നടുക്കല്ലത് അപ്പോൾ ഗൈസ് ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളെ ഷെഡിന് ഇങ്ങനെ ബാൽക്കണി പോലെ ഇങ്ങനെ നല്ല വ്യൂ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പുഴയിൽ ഈ ഒരു തെങ്ങി ഇങ്ങനെ നമ്മൾ വെക്കുന്നത്. എന്നാലും പൊന്തുമ്പോ അങ്ങനെ അപ്പൊ കുറെ ഏട്ടന്മാർ വന്നിട്ട് തെങ്ങ് പിടിക്കുന്നുണ്ട്, അടിയിൽ നിന്ന് കുറെ ആൾ ഇങ്ങനെ തെങ്ങിനെ നേരെയാക്കുന്നുണ്ട്, കുഴിച്ചിടുന്നുണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ബാൽക്കണി വന്നാൽ ഒരു രാവിലെ നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും. നമ്മളിനി ഒരു ഷെഡ് പുതുക്കി പണിത്തി
വരുന്ന വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പടം കെട്ടിക്കോ, കൈലാശം എടുക്ക്, കാര്യം കൊണ്ട് എടുക്ക്, ഒറ്റ ഒരു കാര്യം എടുക്ക്. അവിടെ വെള്ളമുണ്ടോ? അതിലുണ്ടല്ലോ, അതിലില്ല വണ്ടിയില്. എല്ലാവരും മീൻ പിടിക്കുന്നത് അത്രക്കൊന്നും ആവുന്നില്ല. രണ്ടാളും കൂടി കുളിച്ചിട്ടാണ് എല്ലാം. ചളി താണിക്കുന്നുണ്ട്, സെറ്റാവും. ആ തെങ്ങാണ് ഇപ്പൊ പോയിട്ടില്ല. അത് ചളി വന്ന് പിന്നെയും സെറ്റ് ആവൂടാ. ഈ തെങ്ങന്നെ വേണ്ട, ഈ ഒരു കുറ്റി വെച്ചിട്ടൊക്കെ പൊരിക്കാൻ കിട്ടൂല. അമ്മ മഞ്ചലിട്ടിട്ട് എന്റെ അമ്മ നമുക്ക് ഗ്രൗണ്ടിൽ ഒരു പോസ്റ്റ് വെച്ചിട്ട് നമ്മ വെച്ചിട്ട സാധനമാണ് പൊരിക്കാൻ, നമുക്ക് എങ്ങനെയും കിട്ടുന്നില്ല. സൗണ്ട് മാത്രം അപ്പോൾ ഗൈസ് അപ്പുറത്ത് ബാൽക്കണി ആക്കുന്ന തിരക്കാണെങ്കിൽ ഈടിപ്പം പാലാക്കുന്ന പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇപ്പം നേരത്തെ തെങ്ങ് കുഴിച്ചിട്ട് പോകുന്നു, എനിക്കത്രക്ക് തിരിയില്ല. അപ്പോൾ ഗൈസ് ഇപ്പം എല്ലാവരും കൂടി 2-3 ആൾ കൂടി തുള്ളലായി കണ്ട. നേരം കുറച്ച് പെട്ടെന്നാവും, അവിടെ തായാലും മരം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ ഈ പാലത്തിൻ്റെ പണി ഏകദേശം തീരാനായിട്ടില്ല, ബാൽക്കണീൻ്റെ ഒരു പണി തീരാനായിട്ടുണ്ടാവും. അപ്പം നമുക്ക് അതൊന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ പണി തീർന്നിട്ടൊന്നുമില്ല, ഇടിയും തുള്ളുന്നു അത്രേ. അപ്പം കുറേ ഏട്ടന്മാർ ഏട്ടൻ മുകളിൽ തുള്ളുന്നുണ്ട് ഗൈസ്. അപ്പം ഈ പുഴയിൽ തുള്ളുന്നത് ഭയങ്കര പണിയാണ്. ചെറുങ്ങനെ മുള നേരെ പുഴയിൽ കിടക്കും ഗൈസ്. ആളൊന്നുമില്ല, എന്നാലും ഒരു മുങ്ങണ്ടാട് എന്തായാലും ഉണ്ടാവും. നേരെ ഒരു വടിയെടുത്താലും മതി. മതി അടച്ചോ, ഇതാണ് നോക്കി നമുക്ക് ഇന്ന് അടുക്കായിട്ട് വിൽക്കാം. ഇതിപ്പോ നടുക്കല്ലല്ലോ, നമുക്ക് നടുക്കായിട്ട് വിൽക്കാം. അഭിലാഷ തെങ്ങി കൊണ്ട് എടുത്തോ. എന്റെ കുങ്കമ്മോനെ എടുത്ത് കഷ്ടപ്പെടുന്നുണ്ട്. ഏ ഏ ഇത് വായു വിളി നോക്കുമ്പോഴല്ല കഷ്ടപ്പാടുണ്ട്. മരുന്നേറ്റ സാമ്പിളല്ലേ, നിങ്ങക്ക് നല്ല തരുന്നില്ലല്ലോ. എന്നെ കൈതായിരിക്കുവേ. സപ്പോർട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സംഭവം താവുന്നുണ്ടോ താവുന്നുണ്ടോ അടിക്കലാണ്. എടാ നല്ല കൂട്ടുള്ള സാധനല്ലേ യൂട്യൂബിൽ പറയണത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനം ഇത് ആ ലോട്ട ഇളക്കാനാന്നൊക്കെ മനസ്സിലായി.
ഇന്ന് അടി ആ എടാ എത്ര പെട്ടെന്ന് താവുന്നുണ്ട് നോക്കിയേ നീ അത് മാത്രം പറയല്ല അല്ലേ നോക്കിയേ പിന്നെ നല്ല പിടി പൊട്ടിച്ചാടാ പൊട്ടുന്നത് കണ്ടാ ചെക്കൻ കണ്ടാ നടുവില്ലാണ്ടാവും നിങ്ങൾ പറയുന്നത് പൗര് കണ്ടാതിയുള്ള എടാ മറ്റേ ബൈക്കിന്റെ മേലെ ശബരിമല കൊണ്ടുപോകുന്ന ബോർഡ് അതെന്തിനാ കൊണ്ടുവന്നിനി ഏതാ മുറിച്ചു ആര് മുറിച്ചു കുളത്തിലെ കിടന്നണക്കിനെ കിടക്കുന്നു അല്ല ഇപ്പൊ നല്ലോണം നേരത്തെ നല്ല ആയിട്ടുണ്ടായിട്ടേ ആടെ പശതാവുന്നോട്ടാവും ഭക്ഷണത്തിന് മാത്രം മറ്റേ പ്ലേറ്റിൽ കൊണ്ടൊരു അഭിലാഷനെ വിളിച്ച് ഒന്നിപ്പിച്ചായി വെറുതെ വെള്ളത്തിൽ നിങ്ങൾ ഇത് പോത്തിന് വെള്ളത്തിൽ ഇറക്കിയ പോലെ മൂന്നെണ്ണം ആർത്താക്കാൻ ഒരു പണിയുമില്ല. നീ ഇത് അടിച്ചു നോക്കിയാ വന്നിട്ട് മൂന്നെണ്ണം ആ ചളിയിൽ ഇത്രോളം എന്റെ കാല് പോകുന്നാടാ വേറും ഉടായിപ്പ് ശാന്ത് പണിയെടുക്കുന്ന ചിക്കപ്പേനെ തല മുങ്ങിയ ഖുറാമിന്റെ ഏതാളാ നീ ചെറിയ പുള്ളറാ പൈസ കൊടുത്തു ആറാട്ട് മുണ്ടൻ അതോരെ അടി അടിച്ചു നോക്കി അങ്ങനെ മനസ്സിട്ട് ആടെ നിന്നിട്ട് ആവുന്നില്ല. നമ്മളെ നീളക്കാട്ടി ആയതുകൊണ്ട് ആർക്കും ആവുന്നില്ല. എടാ മുട്ടി വെച്ചാ നീ ആടെ താത്തേനെ നീ ഇളക്കുന്നു നീ അടിച്ചതാക്കാ നടുമുട്ടൂലടാ പല കത്തിയാളുണ്ട് ആ പിടി കുറച്ചും കൂടി ചെത്ത എന്നാ പിടിക്കാൻ സുഖമുണ്ടാവും അതിന് കത്തിയാളെ നിങ്ങളുടെ ചെത്തിന് നല്ല സുഖമാണ്. പിന്നെ മെഷീനെ കൂടെ ഒന്നുകൂടി മുറിക്കാൻ നാലി നിന്നെല്ലാം എടുക്കുന്നു എന്നെല്ലാം എടുക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. കാണുന്നുണ്ട് ഇനി ഇപ്പുറത്തേനോട് അടിക്കാൻ ഒരു ഇപ്പുറത്തേ മാറല് ഇതില്ലോണ്ടോ ഇവിടെ നമുക്കൊന്ന് വൃത്തിയാക്കണല്ലേ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഇത് കെട്ടി കുത്തി കുത്തി അപ്പൊ എങ്ങനെയുണ്ടാവും അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനിലിടുക. അപ്പം എല്ലാവർക്കും അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നവരെ ബൈ.